നിലവിൽ മാരുതി സുസുക്കിക്ക് നൊമൂറ ഒരു ന്യൂട്രൽ റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസായിട്ട് 15,031 രൂപയുടെ ഒരു ടാർഗറ്റ് പ്രൈസാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിലെ ഒരു ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ മാരുതി സുസുക്കി 15,875 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നിലവിലെ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് മാരുതി സുസുക്കിയെ സംബന്ധിച്ചിടത്തോളം പ്രൈസിലൊരു ഇടിവുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഇപ്പോൾ നൊമൂറ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ ഒരു വില കുറച്ചതിന് ശേഷം നിലവിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ഷെയർ കൂട്ടാൻ വേണ്ടിയിട്ട് നിലവിൽ മാരുതി സുസുക്കിക്ക് സാധിക്കാം. എന്നാലും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കുറഞ്ഞ വിലയിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ മാർജിൻ പരിശോധിക്കുകയാണെങ്കിൽ മാർജിനിൽ ഏകദേശം ഒരു 1% ഒരു കുറവ് കമ്പനിയുടെ എബിറ്റ മാർജിൻ, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്നീ പറയുന്ന മേഖലകളിലൊക്കെ തന്നെ പ്രതിഫലിക്കും എന്നൊരു കാര്യമാണ് നിലവിൽ അവരിപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൂടാതെ എടുത്തു പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം നെസസറി ആയിട്ട്, അതായത് ആവശ്യമായിട്ട് ഏകദേശം ഒരു 6.5% വില കുറച്ചാൽ മതിയായിരുന്നു. പക്ഷേ മാരുതിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 7% കുറച്ചു. അതായത് ആവശ്യത്തിലധികമുള്ളൊരു വില കുറയ്ക്കൽ മാരുതി സുസുക്കി നടത്തിയിരിക്കുന്നത് കമ്പനിക്ക് ഒരു തിരിച്ചടിയാകാനുള്ള ഒരു കാര്യം കൂടിയാണ് നിലവിൽ ഇപ്പോൾ നൊമൂറ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാലും മോർഗൻ സ്റ്റാൻലിയുടെ ഒരു വ്യൂ പോയിന്റിലേക്ക് കടക്കുകയാണെങ്കിൽ മോർഗൻ സ്റ്റാൻലി ഒരു ഓവർ വെയ്റ്റ് റേറ്റിംഗ് തന്നെയാണ് മാരുതി സുസുക്കിക്ക് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസായിട്ട് 18,360 രൂപയാണ് പറയുന്നത്. ഏകദേശം ഒരു 16% അപ്സൈഡ് പൊട്ടൻഷ്യലും ഈ ഒരു ഓഹരിയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് മോർഗൻ സ്റ്റാൻലി നിലവിൽ പങ്കുവച്ചിരിക്കുന്നു. നിലവിൽ മോർഗൻ സ്റ്റാൻലിയുടെ ഒരു വ്യൂ പോയിന്റ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ടൈം കാർ ബയേഴ്സിനെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മൂവാണ് നിലവിൽ ഇപ്പോൾ മാരുതി സുസുക്കിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഇത് കമ്പനിയുടെ സെയിൽസിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു കുതിപ്പുണ്ടാക്കും എന്നൊരു കാര്യം അവരിപ്പോൾ പറയുന്നു. ഷോർട്ട് ടേമിലേക്ക് നോക്കുകയാണെങ്കിലൊക്കെ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഫൈനാൻഷ്യൽ ഇമ്പാക്റ്റ്, ഒരു ന്യൂട്രൽ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാം. പക്ഷേ ഒരു മുൻപോട്ടേക്ക് ഒരു ലോങ് റണ്ണിൽ അല്ലെങ്കിൽ ഒരു 2 ഇയർ ഒരു ഇതിലൊക്കെ പരിശോധിക്കുകയാണെങ്കിലൊക്കെ തന്നെ കമ്പനിക്ക് വലിയ രീതിയിൽ തന്നെ തങ്ങളുടെ ഒരു മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കൂടാതെ ലോങ് ടേമിലേക്ക് പരിശോധിക്കുകയാണെങ്കിലൊക്കെ തന്നെ വോളിയം ഗ്രോത്തും ഒക്കെ തന്നെ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് മാരുതി സുസുക്കിയുടെ ഓഹരിക്ക് സാധിക്കും എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ് നിലവിൽ ഇപ്പോൾ മോർഗൻ സ്റ്റാൻലി നൽകിയിരിക്കുന്നത്.